ആരെങ്കിലും ജോയിൻ ചെയ്യുമായിരിക്കും അല്ലേ? ഒരു മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാമേ. ഓക്കെ, നമ്മുടെ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അത് ഏത് പേജാ? കേൾക്കുന്നുണ്ടോ കുര്യപ്പോ? കുര്യപ്പോ കേൾക്കാം. പേജ് നമ്പർ എന്ന് പറയാമോ? കേൾക്കാമോ? കേൾക്കാം. എനിക്ക് പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ ഒന്ന് പറയാമോ? 204. എടുത്തോ? ഏത് പേജാ? 244. 244. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. പാർട്ട്ണർ. കഴിഞ്ഞ ചാപ്റ്റർ ഫിനിഷ് ചെയ്തായിരുന്നു. റെക്കോർഡഡ് ക്ലാസ് കിട്ടിയായിരുന്നോ? റെക്കോർഡ് ക്ലാസ് കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരെണ്ണ കിടപ്പുള്ളൂ. ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. കഴിഞ്ഞ സൺഡേ ക്ലാസ് ഇട്ടിട്ടുണ്ടായി, നിങ്ങളാരും ജോയിൻ ചെയ്തില്ലായിരുന്നു. സൺഡേ ഞങ്ങൾക്ക് രാവിലെ ആയതുകൊണ്ട് കയറാൻ പറ്റില്ല. ഓക്കെ ഓക്കെ. ഓക്കെ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, അതായത് നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് അറിയാലോ. പാർട്ട്ണർഷിപ്പ് എക്സ്പാൻഷൻ ഓർ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദി ബിസിനസ്. അതായത് നമ്മളിപ്പോ നിലവിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫോം എടുക്കുക. അപ്പൊ ആ പാർട്ട്ണർഷിപ്പ് ഫോമിനെ ഒന്നുകിൽ ഒന്ന് എക്സ്പാൻഷൻ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഒന്ന് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ചിലപ്പോ ഒരു ന്യൂ പാർട്ട്ണറെ കൂടെ ആഡ് ചെയ്യും. അതായത് ഒരു അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യും, ഒരു മാനേജറിയൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഒരു ന്യൂ പാർട്ട്ണറെ കൂടെ ആഡ് ചെയ്യും. അതാണ് അഡ്മിറ്റ് ന്യൂ പാർട്ട്ണർ എന്ന് പറയുന്നത്. When a partner is admitted to the existing partnership firm is called admission of a partner. അതായത് നിലവിലുള്ള ഒരു പാർട്ണർഷിപ്പ് ഫേമിലേക്ക് ഒരു പാർട്ട്ണറിനെ കൂടെ അഡ്മിറ്റ് ചെയ്യുന്നതിനെയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. According to the Partnership Act 1932, a person can be admitted in a partnership only with the consent of all the existing partners. അതായത് നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ കൺസെന്റോട് കൂടി മാത്രമേ ആ പാർട്ട്ണർഷിപ്പ് ഫോമിൽ ഒരു പാർട്ട്ണറിനെ പുതിയതായിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അൺലെസ് അതർവൈസ് എഗ്രീഡ് അപ്പോൺ, അല്ലെങ്കിൽ അവരുടെ എഗ്രിയോട് കൂടിയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പുതിയ പാർട്ട്ണറെ അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ക്ലിയർ. On admission of a new partner, the partnership firm is reconstituted with a new agreement. ഒരു പുതിയ പാർട്ട്ണർ
വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പാർട്ണർഷിപ്പ് ഡീഡ് പുതുക്കിയിട്ട് എന്ത് ചെയ്യും, പുതിയൊരു ഡീഡ് ഉണ്ടാക്കും. Then on the admission of a new partner, the following adjustments become necessary. നമ്മളൊരു പുതിയ പാർട്ണർഷിപ്പ് ഫേമിലേക്ക് വരികയാണെങ്കിൽ താഴെ പറയുന്ന കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് അതിൽ വരുന്നതാണ്. ഒന്നാമത്തെയാണ് അഡ്ജസ്റ്റ്മെന്റ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. എന്താണ്, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വ്യത്യാസം വരും. അപ്പൊ അതിലൊരു അഡ്ജസ്റ്റ്മെന്റ് നടക്കും. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അഡ്ജസ്റ്റ്മെന്റ് ഫോർ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് റീഅസസ്മെന്റ് ഓഫ് ലയബിലിറ്റീസ്. അസറ്റിനെ റീവാലുവേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ലയബിലിറ്റീസിനെ റീഅസസ്മെന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് റിസർവ്സ്. എന്താണ്, അക്യുമുലേറ്റഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് റിസർവ് ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിൽ അഡ്ജസ്റ്റ്മെന്റുകൾ വരുത്തുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പുതിയ പാർട്ട്ണർ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുന്ന നെസസറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ 5 പോയിന്റുകൾ എന്ന് പറയുന്നത്. ഈ 5 പോയിന്റുകൾ നമുക്ക് പഠിക്കാനുള്ളതാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളതാണ്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിച്ചോണം. അഡ്ജസ്റ്റ്മെന്റ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്, അതാണ് നമ്മുടെ ഫസ്റ്റത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. When a new partner is admitted, he or she acquires his or her share in profit from the existing partners. എന്താണ് നമ്മൾ പറഞ്ഞൊരു പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവനോ അല്ലെങ്കിൽ അവളോ ആയിക്കോട്ടെ, അവരുടെ പ്രോഫിറ്റ് ഷെയർ എങ്ങനെയായിരിക്കും, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിൽ നിന്ന് എടുക്കുന്നതായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത്. As a result, the profit sharing ratio in the new firm is decided mutually between the existing partners and the new partner. എന്താണ്, അവരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ന്യൂ ഫേം ഡിസൈഡ് ചെയ്യുന്നത് പോലെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സും ന്യൂ പാർട്ട്ണറും കൂടെ തീരുമാനിക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. The incoming partner acquires his or her share of future profit either from one or more existing partner. ഇപ്പൊ ഇൻകമിംഗ് പാർട്ട്ണർ അക്വയർ ചെയ്യുന്നത് അവന്റെയോ ഷെയർ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രോഫിറ്റ് either one or more existing partner, ഒന്നോ അതിലധികമോ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ള ഫേം ആണെങ്കിൽ ചിലപ്പോൾ 2 പേരുടെ കയ്യിൽ നിന്നും എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഷെയർ ചെയ്ത് മേടിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്നായിരിക്കും മേടിക്കുള്ളൂ. Existing partners sacrifice a share of their profit in the favor of a new partner. എന്താണ്, നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോനെ എന്ത് ചെയ്യും, സാക്രിഫൈസ് ചെയ്ത് കൊടുക്കും. അതായത് ന്യൂ പാർട്ട്ണർക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യും, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ സാക്രിഫൈസ് ചെയ്യും. Hence, the calculation of new profit sharing ratio becomes necessary. എന്താണ്, ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് ഫേമിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒന്നാണ് സാക്രിഫൈസിംഗ് റേഷ്യോ. സാക്രിഫൈസിംഗ് റേഷ്യോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ at the time of a admission of the partner, existing partners have to surrender some of their share in the favor of the new partner. ഒരു പുതിയൊരു പാർട്ട്ണറിന്റെ അഡ്മിഷന്റെ സമയത്ത് നിലവിലുള്ള പാർട്ട്നേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഷെയർ എന്ത് ചെയ്യും, പുതിയ പാർട്ട്ണർക്ക് ഫേവർ ആയിട്ട് കുറച്ച് സറണ്ടർ ചെയ്ത് കൊടുക്കും. The ratio in which they agree to sacrifice their share of profit in the favor of incoming partner is called sacrificing ratio. അതായത് അവർ എഗ്രി ചെയ്തിരിക്കുക, അതായത് ഓൾറെഡി അവരെന്ത് ചെയ്തൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ത് ചെയ്യും, സൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കുന്നത് പോലെ റേഷ്യോ എന്ത് ചെയ്യും, ഇവര് ഇൻകമിംഗ് പാർട്ട്ണർക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കും. ആ സാക്രിഫൈസ് ചെയ്യുന്ന ആ റേഷ്യോനെയാണ് നമ്മൾ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. സം എമൗണ്ട് ഈസ് പെയ്ഡ് ടു എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഫോർ ദെയർ സാക്രിഫൈസ്. എന്താണ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യും, അവരുടെ ആ ഷെയർ എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് എന്ത് ചെയ്യും, സാക്രിഫൈസ് ചെയ്യും. The amount of compensation is paid by the new partner to the existing partners are acquired the share of profit which they are surrendered in favor of the new partner. അതായത് നിലവില് ന്യൂ പാർട്ട്ണർക്ക് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഷെയർ സറണ്ടർ ചെയ്യും എന്ന് പറയും.
ഈ ഷെയർ സറണ്ടർ ചെയ്യുന്നതിന് പകരമായിട്ട് ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്യും? എക്സിസ്റ്റിംഗ് പാർട്ട്ണർക്ക് കുറച്ച് എമൗണ്ട് സാക്രിഫൈസ് ചെയ്ത് കൊടുക്കും. അത് തന്നെയാണ് നമ്മൾ സാക്രിഫൈസിങ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ സാക്രിഫൈസ് റേഷ്യോ, നിലവിലുള്ള റേഷ്യോ എന്ത് ചെയ്യണം? പുതിയ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടുള്ളൂ. മനസ്സിലായോ? സാക്രിഫൈസിങ് റേഷ്യോ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ. ഓൺലി ദ ന്യൂ പാർട്ട്ണർ ഷെയർ ഇസ് ഗിവൺ. നമുക്ക് അതിൽ തന്നിരിക്കുന്ന കുറച്ച് പല രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പല സിറ്റുവേഷൻസ് വരും. അതിൽ ഒന്നാമത്തെ സിറ്റുവേഷൻ ആണ് ഓൺലി ദ ന്യൂ പാർട്ട്ണർ ഷെയർ ഇസ് ഗിവൺ. നമുക്ക് ന്യൂ പാർട്ട്ണറിന്റെ ഷെയർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ in the case it is pursued that existing partners continue to share the remaining profit in the same ratio in which they are sharing before the admission of a new partner. അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നത് അവരുടെ അതേ റേഷ്യോ തന്നെ, സെയിം റേഷ്യോ തന്നെയാണ് പുതിയ പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും. അങ്ങനെയാണെങ്കിലും അവരുടെ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ദീപക് ആൻഡ് വിവേക് ആർ പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 3:2. എന്താണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണെങ്കിൽ ദേ അഡ്മിറ്റ് ഐഷു ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/5 ഓഫ് ഷെയർ ഇൻ ദി പ്രോഫിറ്റ്. എന്താണ് പുതിയൊരാളെ അപ്പോയിന്റ് ചെയ്ത്, അല്ലെങ്കിൽ പുതിയൊരാൾ അഡ്മിറ്റ് ആയി, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് 1/5 ഓഫ് ദി ഷെയർ ആണ്. സോ കാൽക്കുലേറ്റ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യണം. അത് നമ്മൾ ആദ്യം ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം. എക്സിസ്റ്റിംഗ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നതാണ് സാക്രിഫൈസിംഗ് റേഷ്യോയുടെ ഇക്വേഷൻ. അത് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ഇത്രയാണ് തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ദീപക്കും വിവേകും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരുടെ ഷെയറിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 എന്നാണ്. അപ്പൊ പുതിയൊരു പാർട്ട്ണറിനെ അപ്പോയിന്റ് ചെയ്തു. അശു എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണറിനെ അപ്പോയിന്റ് ചെയ്തു. അവരുടെ ഷെയർ എന്ന് പറയുന്നത് 1/5 ഓഫ് ദി പാർട്ട്ണർ ആണ് എന്ത് ചെയ്യുന്ന ഷെയർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും അതുപോലെ തന്നെ സാക്രിഫൈസിംഗ് റേഷ്യോയും കണ്ടുപിടിക്കുന്നതെന്ന് ചോദിക്കാം. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ പ്രോഫിറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? അസ്യൂം ചെയ്യാണ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. അപ്പൊ 1 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1/5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പുതിയ പാർട്ട്ണറുടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. അതായത് ന്യൂ പാർട്ട്ണറുടെ ഷെയർ 1/5. ദെൻ അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 3:2 എന്നതാണ് എക്സിസ്റ്റിംഗ് റേഷ്യോ തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 3:2 എന്ന് എഴുതുക. ദെൻ നമുക്കിനി റിമൈനിങ്, അതായത് ന്യൂ പാർട്ട്ണർ 1/5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിമൈനിങ് ആയിട്ടുള്ള ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു 1 ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഈ 1ൽ നിന്ന് ഈ ന്യൂ പാർട്ട്ണറുടെ ഷെയർ 1/5 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 4/5 എന്ന് പറയുന്ന ഒരു റേഷ്യോ ആണ് കിട്ടുന്നത്. സോ നമുക്ക് ഇനി നിലവിലുള്ള എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ, അതായത് ദീപകിന്റെയും വിവേകിന്റെയും ന്യൂ ഷെയർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? നിലവിൽ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:2 എന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ 3:2 എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയോ? നോക്കാം. അതായത് 3:2 എന്ന് നമ്മൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ 3യും 2വും കൂടെ ആഡ് ചെയ്യുക. 3യും 2വും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടും. ഈ 5 ആയിരിക്കും അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. 3/5. അപ്പൊ 3/5 അങ്ങനെയാണ്. 3/5 ടെക്സ്റ്റ് തന്നിരിക്കുന്നത്, 3/5 വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അതായത് അവരുടെ റേഷ്യോ തമ്മിൽ ആഡ് ചെയ്യുക, അതായിരിക്കും അതിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നോമിനേറ്റർ അവരുടെ ഷെയർ എത്രയാണ്? അപ്പൊ ദീപക്കും വിവേകിന് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ 3 എന്ന് പറയുന്നത് ദീപകിന്റെ ആയിരിക്കും, വിവേകിന്റെ രണ്ടാമത് വന്നിരിക്കുന്നത് 2 ആയിരിക്കും. അപ്പൊ 3/5 എന്ന് പറയുന്നതാണ് ഇപ്പൊ പറഞ്ഞ 3 + 2 5. ദീപകിന്റെ ഷെയർ 3. അപ്പൊ 3/5. ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 4/5 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾ കണ്ടുപിടിച്ചു. അതായത് ന്യൂ പാർട്ട്ണറുടെ ഷെയർ ഉള്ള പ്രോഫിറ്റിൽ നിന്ന് ന്യൂ പാർട്ട്ണറുടെ ഷെയർ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എന്ത്? റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത്. അതിന്റെ 3/5 നമ്മൾ കാണണം. അതായത് 4/5ന്റെ 3/5 കാണണം. കാണാൻ അറിയോ?
അത് 25, 12/25 അല്ലേ? അതെങ്ങനെ കിട്ടണേന്ന് അറിയാമോ? അതതിന്റെ 5x5 LCM കണ്ടിട്ട് ആ അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് അറിയാമോ അതെങ്ങനെ കിട്ടുന്നതെന്ന്? Three into 4 divided by 5 into 5. നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് കാണാമോ? കാണാൻ പറ്റില്ലല്ലോ, പറ്റണില്ല. പറ്റുന്നില്ലേ? ഇല്ല. ഇപ്പൊ കാണാമോ? ഇല്ല, കാണുന്നില്ല. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ടീച്ചറെ കാണാം. വൈറ്റ് ബോർഡ് ഷെയർ ആവുന്നില്ല. ആവുന്നില്ല. ഇതിങ്ങനെ ഞാൻ എഴുതി കാണിച്ചേനെ. അതായത് 3/5, അതായത് 4/5ന്റെ 3/5 എന്നാണ് പറയുന്നത്. അതായത് നമ്മള് 3/5 into 4/5 എന്ന് എഴുതുക. 3 into 4 divided by 5 into 5 അല്ലേ? അതന്നെ. എഴുതിയോ? സോ എന്നിട്ട് അതിന്റെ ന്യൂമറേറ്റേഴ്സ്, അതായത് 4ഉം ഉണ്ട് 3ഉം ഉണ്ട് ന്യൂമറേറ്റേഴ്സ് അല്ലെ. 4/5 into 3/5 അല്ലെങ്കിൽ 3/5 into 4/5 എന്ന് എഴുതിയാലും മതി. അതിന്റെ ന്യൂമറേറ്റേഴ്സ്, അതായത് 4ഉം 3ഉം, അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 കിട്ടും. 4 into 3 12 കിട്ടും. പിന്നെ അതിന്റെ ഡിനോമിനേറ്റേഴ്സ് 5ഉം 5ഉം, 5 into 5 25. അങ്ങനെയാണ് 12/25 കിട്ടിയേക്കുന്നത്. ബാക്കി രണ്ടുപേർക്ക് മനസ്സിലായോ? ഷിൻഡോയ്ക്ക് മനസ്സിലായോ? ക്ലിയർ ആയോ എങ്ങനെ കിട്ടണേന്ന്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതാ ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വിവേകിന്റെ പുതിയ ഷെയർ കണ്ടുപിടിക്കുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ് വിവേകിന്റെ ഷെയർ എന്ന് പറയുന്നത്. അതായത് 2/5. 3:2 നമ്മൾ ഡിവൈഡ് ചെയ്തു. 3/5 ദീപകിന്റെ, 2/5 വിവേകിന്റെ ആണ്. അപ്പം 4/, ആകെ ഉള്ള റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 4/5 ആണ്. അപ്പൊ ആ 4/5ന്റെ 2/5 കണ്ടുപിടിക്കണം. അപ്പൊ
4/5 ഇൻറ്റു 2/5 കണ്ടുപിടിക്കുക. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ 4/5 ഇൻറ്റു 2/5. അപ്പൊ 4 2 8. ആ 4 ഇൻറ്റു 2 8, 5 ഇൻറ്റു 5 25. അപ്പൊ 8/25 കിട്ടും. ഓക്കെ ഓക്കെ. നമുക്ക് ഓൾറെഡി പറഞ്ഞു പുതിയ പാർട്ട്ണറായ അശ്വിന്റെ ഷെയർ എന്ന് പറയുന്നത് 1/5 ആന്ന് പറഞ്ഞു അല്ലേ? ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമ്മൾ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിന്റെ റേഷ്യോ ആയിട്ട് ഇതിനെ മാറ്റണം. നമുക്ക് തന്നിരിക്കുന്നതെല്ലാം നമ്മളിപ്പോ കണ്ടുപിടിച്ചതെല്ലാം നമ്മൾ എടുത്തെഴുതുക. അതായത് ആദ്യത്തെ പാർട്ട്ണർ ദീപക് ആണ്. അപ്പൊ ദീപകിന്റെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 12/25 ഈസ് ടു 8/25 വിവേകിന്റെ ഈസ് ടു ദെൻ ആയുഷിന്റെ 1/5. ഈ 1/5 നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ എല്ലാത്തിന്റെ ഡിനോമിനേറ്റർ 25 അല്ലേ? വിവേകിന്റെ ദീപകിന്റെ 25. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആയുഷിന്റെയും കൂടെ എന്ത് ചെയ്യണം? 25 ആക്കണം. അപ്പൊ ഡിനോമിനേറ്റർ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 1/5 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 5/25 എന്ന് കിട്ടും. ചിന്തയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 5/25 കിട്ടും. അപ്പൊ എന്നിട്ട് ഇതിന്റെ റേഷ്യോയിലേക്ക് മാറ്റുക. അപ്പൊ ഇതിന്റെ നോമിനേറ്റേഴ്സ് മാത്രം എടുക്കുക. ഡിനോമിനേറ്റർ എല്ലാം ഒരേപോലെ ആയതുകൊണ്ട് ഇതിന്റെ നോമിനേറ്റേഴ്സ് മാത്രം എടുക്കുക. 12:8:5. ഇതാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ. ദെൻ ഇനി നമുക്ക് ഇവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. ഇതിൽ ദീപക് എത്രയാണ് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദീപകിന്റെ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം 3/5 ആണെന്നറിയാം അല്ലേ? ദെൻ ഇവരുടെ ഇപ്പൊ കണ്ടുപിടിച്ച ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 12/25 ആണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? 3/5 മൈനസ് 12/25 ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന് ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആക്കി കൊടുക്കണം. അതായത് 3/5ന്റെ ഈ 5 25 ആക്കണം. അതിനെന്ത് ചെയ്യണം? 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടിയോ? 3/5 ഇൻറ്റു 5 അതായത് 15/25. ഈ 15/25 മൈനസ് 12/25 ചെയ്യുക. 15/25 മൈനസ് 12/25 ചെയ്യുക. 15 മൈനസ് 12. എത്ര കിട്ടി? 3/25 കിട്ടിയോ? ഓക്കെ അല്ലേ? അതായത് എന്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് എക്സിസ്റ്റിംഗ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ, അതാണ് നമ്മുടെ സാക്രിഫൈസിംഗ് റേഷ്യോ. അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ എത്രയായിരുന്നു? 3/25 ആയിരുന്നു. ന്യൂ റേഷ്യോ 12/25 ആണ്. അപ്പൊ എക്സിസ്റ്റിംഗ് റേഷ്യോന് നമ്മൾ എന്ത് ചെയ്തു? ന്യൂ റേഷ്യോയുടെ ഡിനോമിനേറ്റർ ആയിട്ട് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് എന്തായാലും എക്സിസ്റ്റിംഗ് റേഷ്യോയുടെ ഡിനോമിനേറ്റർ ആയിട്ട് ന്യൂ റേഷ്യോയുടെ ഈക്വൽ ആക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മള് ന്യൂ റേഷ്യോയുടെ ഡിനോമിനേറ്റർ ആയിട്ട് ഈക്വൽ ആക്കിയിട്ട് 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് 25 ആക്കി. എന്നിട്ട് നിലവിലുള്ള എക്സിസ്റ്റിംഗ് റേഷ്യോന്ന് ന്യൂ റേഷ്യോ കുറച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? സാക്രിഫൈസിംഗ് റേഷ്യോ കിട്ടും. അപ്പൊ നമ്മുടെ സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് ദീപകിന്റെ 3/25 ആണ്. ഇനി അടുത്ത ആളുടെ ഒന്ന് കണ്ടുപിടിച്ചതുപോലെ വിവേകിന്റെ സാക്രിഫൈസിംഗ് റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് വെക്കേ. 2/5 ആണുള്ളത്. 8/25.
2/25. 2/25. ഷിൻഡയ്ക്ക് കിട്ടിയോ? ഇല്ല, നോക്കണുള്ളൂ. ഓക്കെ. വൈറ്റ് ബോർഡ് കാണാമോ? കാണാം. ഷിൻഡയ്ക്ക് മനസ്സിലായോ? ഷിൻഡോ ഷിൻഡോ ഇല്ലേ, പോയോ? എനിക്ക് കാണത്തില്ല, അതുകൊണ്ട് കേട്ടോ. പോയി രണ്ടുപേരെ കാണുന്നു. ഓക്കെ. അപ്പൊ നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? സാക്രിഫൈസിങ് റേഷ്യോ 3:2. ഓക്കെ, 3:2. അതായത് നിലവിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണ് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി പുതിയ ഇതെന്ന് പറയുന്നത് ന്യൂ പാർട്ട്ണർ പർച്ചേസസ് ഹിസ് ഓർ ഹെർ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണർ ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ. അതായത് ന്യൂ പാർട്ട്ണർ എന്ത് ചെയ്തു, പർച്ചേസസ് ഹിസ് ഓർ ഹെർ ഷെയർ ഓഫ് ദി പ്രോഫിറ്റ് ഫ്രം ദ എക്സിസ്റ്റിംഗ് പാർട്ട്ണറിന്റെ പർട്ടിക്കുലർ റേഷ്യോ. അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് പ്രോഫിറ്റ് ഷെയർ എന്ത് ചെയ്തു, പർച്ചേസ് ചെയ്യുകയാണ് ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ. അതാണ് അതിന്റെ രണ്ടാമത്തെ സിറ്റുവേഷൻ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന്റെ പ്രോബ്ലം എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ, നേഹ ആൻഡ് പ്രതീക് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 5:3. അതായത് നേഹയും പ്രതീകും പാർട്ട്നേഴ്സ് ആയിരുന്നു. അവരുടെ പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 5:3 എന്ന് പറയുന്ന റേഷ്യോയിലായിരുന്നു. ദേ അഡ്മിറ്റ് നിഷ ആസ് എ ന്യൂ പാർട്ട്ണർ. നിഷ എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറിനെ അഡ്മിറ്റ് ചെയ്തു ഫോർ 1/6 ഓഫ് ദി ഷെയറിന്റെ പ്രോഫിറ്റ്. അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റിന്റെ 1/6 ഷെയർ ആണ്. ഷി അക്വേഴ്സ് ദിസ് ഷെയർ ആസ് എ 1/8 ഫ്രം നേഹ. നേഹയിൽ നിന്ന് എന്ത് ചെയ്തു, 1/8 ഷെയർ ആണ് അക്വയർ ചെയ്തത്. ദെൻ 1/24 ഷെയർ ഫ്രം ദ പ്രതീക്. പ്രതീകിൽ നിന്ന് എന്താണ് 1/24 ഷെയർ ആണ് എന്ത് ചെയ്തത്, അക്വയർ ചെയ്തത്. ദെൻ കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സാക്രിഫൈസിംഗ് റേഷ്യോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വരുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മനസ്സിലായി. ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? വ്യത്യാസമുണ്ട്. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വാങ്ങിക്കണെന്ന് ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. വാങ്ങിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ പാർട്ട്ണറെ അപ്പോയിന്റ് ചെയ്യും. അപ്പൊ നിലവിലുള്ളവരെ എന്ത് ചെയ്യും, അവരുടെ റേഷ്യോ സാക്രിഫൈസ് ചെയ്ത് കൊടുക്കണം. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുവാണ്, ആ പാർട്ട്ണറെ നിലവിലുള്ള പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇത്രയും ഷെയർ ആണ് അക്വയർ ചെയ്യുന്നത് എന്ന് നേരിട്ട് പറഞ്ഞേക്കുക.
അത് അതെ. അത്രയും അവർ പർച്ചേസ് ചെയ്തു എക്സിസ്റ്റിംഗ് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന്. ഉം. അങ്ങനെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണുന്നതെന്ന്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 എന്ന് പറയുന്ന റേഷ്യോ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അതെ. Yes, sir. നേഹാസ് ന്യൂ ഷെയർ, നേഹയുടെ പുതിയ ഷെയർ എത്രയാണ്? 1/6. 1/6 ആണ്. സോ അല്ലല്ല, നേഹയുടെ ഞാൻ ചോദിച്ചേ, നേഹയുടെ പുതിയ ഷെയർ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നിഷയ നേഹയുടെ 1/8 ആൻഡ് 1/24. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. സോ അതെ. അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ എത്രയാണ്? 5ഉം ഈ 3ഉം കൂടെ കൂട്ടിയിട്ട് 8 അവരുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ നോമിനേറ്റർ 5 ആണ്. അപ്പൊ നേഹയുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 5/8 ആണ് അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ. അപ്പൊ അവരുടെ ന്യൂ ഷെയർ കാണണമെങ്കിൽ എന്താ? അവരുടെ 1/8 ഷെയർ ആണ് ആരെ അക്വയർ ചെയ്തത്? നിഷ അക്വയർ ചെയ്തത് അല്ലേ? അതെ. പറഞ്ഞിട്ടില്ലേ? They admit Nisha new partner 1/6 share of the in profit. She acquires their share as 1/8 from Neha. നേഹയിൽ നിന്ന് 1/8 ആര് കൊണ്ടുപോയി? നിഷ കൊണ്ടുപോയി. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? 1/8 കുറയ്ക്കണം. 5/8 അല്ലേ? 5/8 1/8 കുറയ്ക്കണം, എന്നാലും ന്യൂ ഷെയർ കിട്ടുള്ളൂ. ഇത് അവരെന്താണ് സാക്രിഫൈസ് ചെയ്തതാണ്. ഇത്രയും അവർ പർച്ചേസ് ചെയ്തോണ്ട് പോയി. അപ്പം നേഹയുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത് 4/8 ആണ്. 4/8 ആണ് അവരുടെ പുതിയ ഷെയർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രതീക്സ് ന്യൂ ഷെയർ. നമുക്ക് എന്താ? പ്രതീകിന്റെ അടുത്ത പാർട്ണർ എന്ന് പറയുന്നത് പ്രതീകാണ്. പ്രതീകിന്റെ കണ്ടുപിടിക്കണം. പ്രതീകിന്റെ എന്താണ്? 3/8 ആണ് അയാളുടെ എക്സിസ്റ്റിംഗ് ഷെയർ അല്ലേ? അതെ. അവരുടെ ന്യൂ ഷെയർ, അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോയ ഷെയർ 1/24 ആണ് അല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണമെങ്കിൽ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? 3 വെച്ചോ? 3 വെച്ച്, എന്നാലേ ഡിനോമിനേറ്റർ 24 ആകുള്ളൂ. ശരി ശരി. അപ്പൊ 9/24 മൈനസ് 1/24 അല്ലേ? അപ്പൊ എത്ര കിട്ടും? 8/24. അപ്പൊ 8/24 ആണ് അവരുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ പുതിയ പാർട്ട്ണറുടെ ഷെയർ കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? നിലവിൽ അവർ എത്രയാണോ അക്വയർ ചെയ്തോണ്ട് പോയെന്ന് നോക്കണം. ഒന്ന് 1/8 ആണ് അക്വയർ ചെയ്തോണ്ട് പോയത് അല്ലേ? നേഹയുടെ കയ്യിൽ നിന്ന്. പിന്നെന്താണ്? 1/24 പ്രതീകിന്റെ കയ്യിൽ നിന്ന് അക്വയർ ചെയ്തോണ്ട് പോയി. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. എന്ത് ചെയ്യണം? അതിനെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 കൂട്ടുക. അപ്പൊ 4/24 കിട്ടി. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 4/8 കിട്ടി, 8/24 കിട്ടി, 4/24 കിട്ടി. ഇനി ഇതിനെ എന്ത് ചെയ്യണമെന്ന് എടുത്തെഴുതുക. അതിനെ നമ്മൾ എടുത്തെഴുതുക. ഒന്ന് ന്യൂ ഷെയർ. അത് നേഹയുടെ ഷെയർ 4/8 പ്രതീക്. പിന്നെ 8/24 4/24 അല്ലേ? നിഷയുടെ എന്നിട്ട് ഈ 4/8 ഡിനോമിനേറ്ററും 24 ആക്കുക.
ഓക്കെ. അപ്പൊ അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 12 by 24 ഈസ് ടു 8 by 24 ഈസ് ടു 4 by 24 അല്ലേ? അതെ. അപ്പൊ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 12:8:4. 12:8:4. ഇതാണ് അവരുടെ ന്യൂ റേഷ്യോ, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇനി ഇതിനെ വീണ്ടും എന്ത് ചെയ്യാം? ചെറുതാക്കാം അല്ലേ? എന്തായാലും 2ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നല്ലേ? ഒന്നുകൂടെ ചെറുതാക്കിക്കേ. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താ മതി. 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പോ 3:2:1. ഓക്കെ. 3 12 24 8 1 4 4. ഓക്കെ. ഇനി ഇതിന്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. ഓൾറെഡി പറഞ്ഞല്ലേ 1/8 ആണ് 1/24 ആണ് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റേഷ്യോ എത്രയായിരിക്കും? 1/8 1/24. 1/24. അപ്പോ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റർ ഈക്വൽ ആക്കുക. 3/24 1/24 3:1 ആയിരിക്കും എന്ത് ചെയ്യുക അവിടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 1/6 പറഞ്ഞേക്കുന്നത് എന്തിനാ? ആസ് എ ന്യൂ പാർട്ട്ണർ ഫോർ 1/6 ഷെയർ ഇൻ പ്രോഫിറ്റ്. അത് അതായത് അവരുടെ ഷെയർ ചെയ്തിരിക്കുന്ന, അതായത് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് ഷെയർ എന്ന് പറയുന്നത് 1/6 ആണ്. പക്ഷെ എന്ത് ചെയ്ത അവര് ഈ 1/8 1/24 കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടാണ് 1/6 പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഈ കേസിൽ ആവശ്യമില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് എത്ര സാക്രിഫൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ കേസസിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ തന്നേക്കുമ്പോ നമുക്ക് സംശയമായിരിക്കും. ശരിക്കും അങ്ങനെ തരണം. ന്യൂ പാർട്ട്ണർ എത്ര ഷെയർ ആണ് പ്രോഫിറ്റിന് വരുന്നതെന്ന് അത് ഡയറക്റ്റ് ആയിട്ട് തരണം. പക്ഷെ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എത്ര അക്വയർ ചെയ്തിരിക്കുന്ന സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്. 1/24 പറഞ്ഞിരിക്കുന്നോണ്ട് അതെടുക്കണ്ട അല്ലേ? അതെടുക്കണ്ട. അല്ലെങ്കിൽ നമുക്കത് ഒന്നായിട്ട് മീൻ ചെയ്തിട്ട് ബാക്കി അത് ഒന്നായിട്ട് മീൻ ചെയ്തിട്ട് എടുക്കണം. ആദ്യം എടുത്ത പോലെ. ഓക്കെ. ഇനി അടുത്തൊരു കേസ് വരുന്നത് ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് സറണ്ടർ എ പർട്ടിക്കുലർ പോർഷൻ ഓഫ് ദെയർ ഷെയർ ഇൻ ഫേവർ ഓഫ് എ ന്യൂ പാർട്ട്ണർ. എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് എന്താണ്? അവരുടെ ഷെയറിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ എന്ത് ചെയ്തു? ന്യൂ പാർട്ട്ണറിന്റെ അത് അവർക്ക് ഫേവർ ആയിട്ട് സറണ്ടർ ചെയ്തു. ഇൻ ദിസ് കേസ് സാക്രിഫൈസ്ഡ് ഷെയർ ഓഫ് ദി ഈച്ച് പാർട്ട്ണർ ഈസ് ടു ബി അസർട്ടൈൻഡ്. എന്താണ് ഈ കേസിൽ എത്രയാണോ ഓരോ പാർട്ട്ണറും സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത് എന്ന് അസർട്ടൈൻ ചെയ്യുക. This is ascertained by multiplying the existing partner share in the ratio of their sacrifice. അവർ സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന റേഷ്യോയുടെ, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ റേഷ്യോയുടെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. എത്രയാണോ അവർ ചെയ്തിരിക്കുന്നതെന്നാണ് നമ്മൾ അസർട്ടൈൻ ചെയ്യുന്നത്. അതിങ്ങനെ അങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്നുള്ളൂ. ഇത്രയേ ഉള്ളൂ. അവരുടെ എത്രയാണോ അവർ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ, അല്ലെങ്കിൽ എത്രയാണോ അവർ സറണ്ടർ ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അത്രേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. Then ഹിം ആൻഡ് രാജ് ഷെയർ പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ 5:3. ഹിമ്മിന്റെ രാജിന്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. ജോളി വാസ് അഡ്മിറ്റഡ് ആസ് എ ന്യൂ പാർട്ട്ണർ. ന്യൂ പാർട്ട്ണർ ജോളിയാണ്. ഹിം സറണ്ടർഡ് 1/5 ഓഫ് ദി ഷെയർ. ഹിം എത്ര സറണ്ടർ ചെയ്തിരിക്കുന്നത്? 1/5 ഷെയർ ആണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്. രാജാണെങ്കിലോ 1/3 ആണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്. Then calculate new profit sharing ratio. ഇതിൽ നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രം കണ്ടുപിടിച്ചാൽ മതി. സാക്രിഫൈസിംഗ് റേഷ്യോ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ അല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കുകയും വേണം. കണ്ടുപിടിച്ച് നോക്കിക്കേ, കിട്ടുമെന്ന് നോക്കിയേ. ഹിമ്മിന്റെ ഇത് 5/8
രാജുവിൻ്റെത് 3/8 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. പുതിയ ജോളിയുടേത് 1/5 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ 5/8 1/5 പറയും. സാക്രിഫൈസ് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അത് സാക്രിഫൈസിങ് അല്ലേ ആദ്യം കണ്ടുപിടിക്കേണ്ടത്? സറണ്ടർ സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. ആ അപ്പൊ 25 അപ്പം ഹിമ്മിൻ്റെത് 17/40 അങ്ങനെയാണ്. 17/40 എൽസിയം കണ്ടിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സാക്രിഫൈസിങ് വരുന്നത് 5/8 ആണ് അവരുടെ ഷെയർ ഉള്ളത് ഹിമ്മിന്റെ. അതായത് അവരുടെ എക്സിസ്റ്റിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 5:3 ആണ്. അപ്പൊ ഹിമ്മിന്റെ ആണെങ്കിൽ 5/8 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 1/5 ഓഫ് ദി ഷെയർ ആണ് അയാൾ സറണ്ടർ ചെയ്തിരിക്കുന്നത് അല്ലെ? അതെ. അപ്പൊ നമുക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നത്, അതായത് സാക്രിഫൈസിങ് റേഷ്യോ കിട്ടാനായിട്ട് സറണ്ടർ ചെയ്തിരിക്കുന്ന വാല്യൂ എക്സിസ്റ്റിംഗിന്ന് കുറയ്ക്കുക. സോറി, അതായത് എക്സിസ്റ്റിംഗ് റേഷ്യോന്റെ സറണ്ടർ ചെയ്തിരിക്കുന്നത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന്റെ 1/5 കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അതിന്റെ 1/5 കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ 1/5 എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ 1/5 എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാ? ഇതിന്റെ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കി കൊടുക്കുക. മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതുമ്മില്. അത് മതി. അപ്പൊ 5/8 ഇൻറ്റു 1/5 അപ്പൊ ഈക്വലാക്കി കൊടുക്കുമ്പോ 5 അതാ ഞാൻ പറഞ്ഞ 40 അല്ലേ വേണം. 5/40 വരില്ലേ? അതെ. അതിനെ വീണ്ടും ഒന്നുകൂടി ഒന്ന് ചെറുതാക്കുക. അപ്പം 25 1/8 വരും. ഇപ്പൊ 1/8 കിട്ടിയില്ലേ? 5/40 ഒന്നും കൂടി ഒന്ന് ചെറുതാക്കിക്കേ. 5/40 ആണോ വരുന്നത്? എന്റെ 5 5 40 വരില്ലേ? അതെ. അല്ല, 5 ഈ 5 ഇൻറ്റു ഈ 1, അപ്പൊ നമുക്ക് 5 കിട്ടി. 8 ഇൻറ്റു 5 40 കിട്ടി. ഓക്കെ. ഈ 5ഉം 40ഉം ഒന്നോടെ നമുക്ക് വെട്ടി കുറച്ച് കളയാം അല്ലെ? 5 5 8 40. 1/8. അപ്പൊ 1/8 കിട്ടിയില്ലേ? ഇനി അതുപോലെ തന്നെ രാജിന്റെ ഒന്ന് കൊണ്ടു നോക്കിയേ. 3/8 ആണ് അയാളുടെ എക്സിസ്റ്റിംഗ് ഷെയർ. അയാൾ സറണ്ടർ ചെയ്തിരിക്കുന്നത് 1/3 ആണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്. അതിനൊന്നുകൂടെ നമുക്ക് ചെറുതാക്കാം. 1 3 3 8 × 3 24. 1/8 കിട്ടി. അപ്പൊ 1/8 ഈസ് ടു 1/8 ആണ് എന്ത്? അവരുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്.
ഒപ്പമാണ്, ഈക്വൽ ആണ്. ഉം. ഇനി അവരുടെ ന്യൂ ഷെയർ ഒന്ന് കണ്ടുപിടിച്ചേ. സാക്രിഫൈസിങ് കുറച്ചാൽ മതി അല്ലേ? മതി. ന്യൂ ഷെയർ എങ്ങനെയാണ്? 8 മൈനസ് 1/8 കുറച്ചാൽ മതി. അപ്പം മതി. 4/8. ആ. അതുപോലെ മറ്റേ തന്നെ മറ്റേയാളുടെ രാജിന്റെ 3/8 1/8 കുറയ്ക്കുമ്പോൾ 2/8. 2/8. ഇനി പുതിയ പാർട്ട്ണറുടെ പുതിയ പാർട്ട്ണറുടെ വരുമ്പോ അവര് സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന റേഷ്യോ അത് രണ്ടും കൂട്ടിയാ പോരെ? അത് രണ്ടും കൂട്ടിയാൽ മതി. സറണ്ടർ ചെയ്തിരിക്കുന്ന റേഷ്യോ കൂട്ടരുത്, സാക്രിഫൈസ് ചെയ്തിരിക്കുന്ന റേഷ്യോ ആണ് കേട്ടോ കൂട്ടേണ്ടത് അല്ലേ? ആ. 1/8 + 1/8 2/8. അതെ. അപ്പൊ പുതിയ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാ? 4 × 2 × 2. അത് 2:1:1. 2:1:1. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് അഡ്ജസ്റ്റ്മെന്റ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന്റെ 3 സിറ്റുവേഷൻ ആണ് ഈ പറഞ്ഞത്. ഈ 3 സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കും ചോദിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ട് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണാൻ മസ്റ്റ് ആയിട്ടും പഠിച്ചോ, അത് എന്തായാലും ചോദിച്ചിരിക്കും. സാക്രിഫൈസിംഗ് റേഷ്യോന്റെ പഠിച്ചോ, അതിന്റെ ഇക്വേഷനും പഠിച്ചോണം കേട്ടോ. സാക്രിഫൈസിംഗ് റേഷ്യോയുടെ അത് 1 മാർക്കിന്റെ ചോദിക്കും ഇക്വേഷൻ. സാക്രിഫൈസിംഗ് റേഷ്യോ തമ്മിലാണ് കൂട്ടേണ്ടത്. മറ്റേതാണ് വാങ്ങിച്ച റേഷ്യോ അല്ല അല്ലെ? അല്ല, അത് സറണ്ടർ ചെയ്തിരിക്കുന്നതാ. സാക്രിഫൈസ് അത് ഇവര് അക്വയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല, ഇവര് സറണ്ടർ ചെയ്തിരിക്കുന്നതെന്നാ പറഞ്ഞേക്കുന്നേ. നമുക്ക് മൂന്നാമത്തെ സിറ്റുവേഷൻ അതാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ പർച്ചേസ് ചെയ്തേക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നേ. മൂന്നാമത്തെ സിറ്റുവേഷൻ സറണ്ടർ ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞേക്കുന്നേ. 3 സിറ്റുവേഷനും വ്യത്യാസ. ക്ലിയർ ആണോ? ഇനി നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗുഡ്വിൽ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലം ചോദിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തുനിന്ന്. ഗുഡ്വിൽ എന്താണെന്നറിയാമോ? പ്രോഫിറ്റ് ആണോ? ഗുഡ്വിൽ എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്നല്ല, എക്സ്ട്രാ പ്രോഫിറ്റ് എന്നും വേണമെങ്കിൽ പറയാം. Over a period of time, a business firm develops a good name and a reputation among partners. അതായത് ഒരു ഫേം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുക, ഒരു പീരീഡ് ഓഫ് ടൈം ഒക്കെ ആയി കഴിയുമ്പോൾ എന്താണ്, അതിനൊരു ഡെവലപ്പ് ആയി കഴിയുമ്പോൾ അതിനൊരു നല്ല പേരുണ്ടാവും, ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലേ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഇടയിൽ. അതാണ് അതിന്റെ ഗുഡ്വിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അതാണ് ഗുഡ്വില്ലിന്റെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൽപ്പേര് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. This helps the business earn some extra profit as compared to a newly set up business. അതായത് ശരിക്കും നമുക്ക് ഇങ്ങനെ ഒരു റെപ്യൂട്ടേഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് വരാൻ തുടങ്ങും. അതായത് ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പഴയത് വെച്ച് കമ്പയർ നോക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് വരും ബിസിനസ്സിന്. In accounting, capitalized value of this extra profit is known as goodwill. അങ്ങനെ വരുന്ന നമുക്ക് ആ എക്സ്ട്രാ പ്രോഫിറ്റിനെ നമുക്ക് എന്താ പറയാം, ഗുഡ്വിൽ എന്ന് പറയാം. അക്കൗണ്ടിങ്ങിന്റെ ടൈമിൽ ഗുഡ്വിൽ എന്ന് പറയാം. ഓക്കെ ആണോ? Then for example, your firm earns ₹1,200. അതായത് നമ്മുടെ ഫേം ഒരു 1,200 രൂപ ഏൺ ചെയ്തു. And the normal rate of profit expected to be earned by other similar firms in the industry is 10%. മറ്റ് സിമിലർ ഇൻഡസ്ട്രിയിലെ മറ്റ് ഫേംസുമായിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. Say at this rate, normal profit of your firm is 700. നമ്മുടെ ഫേമിന്റെ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 700 ആണ്.
അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്? അതിൽ നമ്മൾ ആദ്യം നമ്മുടെ എക്സസ് പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് എക്സസ് പ്രോഫിറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, 1200 നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏൺ ചെയ്ത പ്രോഫിറ്റ് എന്ന് പറഞ്ഞത്. സോ നമുക്ക് തന്നിരിക്കുന്ന നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 700 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗുഡ് വിൽ എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ എക്സസ് പ്രോഫിറ്റ് ഈക്വൽ ടു ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് ഡിസൈർഡ് പ്രോഫിറ്റ്. ആക്ച്വൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് തന്നിരിക്കുന്നത്? ആക്ച്വൽ പ്രോഫിറ്റ് 1200. ആക്ച്വൽ പ്രോഫിറ്റ് ആണ് 1200 തന്നിരിക്കുന്നത്. നമുക്ക് ഡിസൈർഡ് നോർമൽ പ്രോഫിറ്റ് നമുക്ക് തന്നിരിക്കുന്ന നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 700 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 1200 700 കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് എക്സസ് പ്രോഫിറ്റ്. ഓക്കെ. 1200 700 കുറച്ചിട്ട് കിട്ടുന്ന 500 ആണ് നമ്മുടെ എക്സസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഗുഡ് വില്ല് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം എന്ത് ചെയ്യണം, എത്രയാണോ എക്സസ് ആയിട്ടുള്ള പ്രോഫിറ്റ്, അതായത് എക്സ്ട്രാ പ്രോഫിറ്റ് എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ നോർമൽ റേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ 500 ആണ് നമ്മുടെ എക്സ്ട്രാ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, എക്സസ് പ്രോഫിറ്റ്. അപ്പൊ അതിനെ നമ്മൾ 100 ഡിവൈഡഡ് ബൈ 10 വെച്ച് ചെയ്യുക. അതായത് ഈ 500 എന്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ, എന്തിന്റെ 10% ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് തിരിച്ചിടുന്നത്. അതായത് ഇതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാ. ക്ലിയർ ആയോ അത്? ഇങ്ങനെയാണ് നമ്മൾ ഗുഡ് വിൽ കണ്ടുപിടിക്കുന്നത്. ജസ്റ്റ് അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് കുറെ ഇയേഴ്സിന്റെ ഒരുമിച്ചാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഗുഡ് വിൽ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ 2 ഫാക്ടർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിരുന്നത്. ഏതെങ്കിലും 2 ഫാക്ടർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചോണം. ഏതെങ്കിലും 2 എണ്ണോ അല്ലെങ്കിൽ 3 എണ്ണോ ഒക്കെ ചോദിക്കും. 2 മാർക്കിന്റെ ക്വസ്റ്റ്യനിലാണ് 2 എണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഗുഡ് വിൽ, അത് ഒന്ന് ലൊക്കേഷൻ. ഗുഡ് വില്ലിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ലൊക്കേഷൻ. ഇഫ് ദ ഫേം ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെൻട്രൽ പ്ലേസ് റിസൾട്ടിങ് ഇൻ ഗുഡ് സെയിൽ, ദ ഗുഡ് വിൽ ടെൻഡ്സ് ടു ബി ഹൈ. അതായത് നമ്മുടെ ഫേം ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ പ്ലേസിലാണെങ്കിൽ നമുക്ക് എന്താണ്, ഗുഡ് സെയിൽ ഉണ്ടാകും, നല്ല റിസൾട്ട് ഉണ്ടാകും സെയിലിന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗുഡ് വില് ഹൈ ആകും. ഒന്നാമത്തെ ഫാക്ടർ ലൊക്കേഷൻ ആണ്. രണ്ടാമത്തെ ഫാക്ടർ നേച്ചർ ഓഫ് ബിസിനസ്. A firm that produce high value products or having a stable demand is able to earn more profit and therefore have more goodwill. എന്താണ്, നമ്മുടെ ഫേം ഹൈ വാല്യൂ ഓഫ് പ്രൊഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും, എന്താണ്, അതിന് കൂടുതൽ ഡിമാൻഡ് വരുന്ന രീതിയിൽ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, കൂടുതൽ ഗുഡ് വിൽ ഉണ്ടാകും. അപ്പൊ നമ്മുടെ നേച്ചർ ഓഫ് ബിസിനസ് എന്താണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിനെ ആയിരിക്കണം, അല്ല നല്ല ഹൈ വാല്യൂ ഉള്ള പ്രൊഡക്റ്റിനെ ആയിരിക്കണം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Then efficient management. A well-management firm earns higher profit and so the value of goodwill will be high. എന്താണ്, നമ്മുടെ മാനേജ്മെന്റ് ഏൺ ചെയ്യുന്ന ഹയർ പ്രോഫിറ്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. അതായത് നമ്മുടെ മാനേജ്മെന്റ് എഫിഷ്യന്റ് ആയിരിക്കുന്നെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലും ഹൈ ആയിരിക്കും. ദെൻ ക്വാളിറ്റി. ഇപ്പൊ ഫേം is known for the quality of its products, the value of goodwill will be high. നമ്മൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കൊടുക്കുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഗുഡ് വില്ലും ഹൈ ആയിരിക്കും. മാർക്കറ്റ് സിറ്റുവേഷൻ. ദ മോണോപ്പൊളി കണ്ടീഷൻ ലീഡ്സ് ടു ഏൺ ഹൈ പ്രോഫിറ്റ് വിച്ച് ലീഡ്സ് ടു ഹയർ വാല്യൂ ഓഫ് ഗുഡ് വിൽ. എന്താണ്, നമ്മുടെ മോണോപ്പൊളി കണ്ടീഷൻ ലീഡ് ചെയ്യുന്നത് ഹയർ പ്രോഫിറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് വില്ല് എന്ത് ചെയ്യും, ഹയർ ആയിരിക്കും. ഓക്കെ അല്ലേ? മോണോപ്പൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തക എന്ന് പറയില്ലേ നമ്മള്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിന് മാത്രം മാർക്കറ്റിൽ ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാകും. അതായത് നമ്മുടെ മുകളില് വേറെ പ്രൊഡക്റ്റ് ഇല്ല, നമുക്ക് മാത്രമേ അതേ ഉള്ളൂ. ഇപ്പൊ ഒരു സോപ്പ് ഇറക്കുകയാണെങ്കിൽ ആ സോപ്പിന് മാത്രമേ ആ മാർക്കറ്റില് വാല്യൂ ഉണ്ടാവുള്ളൂ, അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായോ? ക്ലിയർ ആയില്ലേ?
അതാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. The firms which have special advantages like importing license, long-term contracts for supply of materials, patent, trademark, etc. enjoy high value of goodwill. അതായത് നമുക്കിപ്പോൾ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിന് കൂടുതൽ അഡ്വാൻറ്റേജസ് വരുവാണ്. അതായത് ഇമ്പോർട്ട് ലൈസൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലോങ് ടൈം കോൺട്രാക്ട് ഉണ്ട് മെറ്റീരിയൽ സപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പേറ്റന്റ് റൈറ്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഒക്കെ ഉള്ള കമ്പനിയാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആണ് നമ്മുടെ എങ്കിൽ നമ്മുടെ ഗുഡ്വില്ലിന്റെ വാല്യൂ ഹയർ ആയിരിക്കും. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് ഗുഡ്വില്ലിനെ അഫക്റ്റ് ചെയ്യുന്നതുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ഈ 6 പോയിന്റും നന്നായിട്ട് പഠിച്ചോണം കേട്ടോ. പിന്നെ നമുക്ക് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വില്ല്, അത് 3 ടൈപ്പ് ഓഫ് മെത്തേഡ് ആണ്. 3 ടൈപ്പ് നമ്മൾ പഠിച്ചിരിക്കണം. 3 ടൈപ്പിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. അതിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഒന്നാണ് സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. വളരെ സിമ്പിൾ തന്നെയാണ്. അത് പറയുന്ന പോലെ തന്നെ ആവറേജ് ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് സർട്ടൻ ഗിവൺ ഇയേഴ്സ് ഈസ് കാൽക്കുലേറ്റഡ്. എന്താണ്, നമ്മൾ കുറച്ച് ഇയേഴ്സിലെ പ്രോഫിറ്റ് തന്നിട്ട് ചിലപ്പോൾ അതിൽ നിന്ന് ആവറേജ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. Then the value of goodwill is calculated and increased number of years of purchase of the average profit. എത്ര വർഷത്തേക്കുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഗുഡ്വിൽ കിട്ടുന്നത്. വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അതാണ് അതിന്റെ ഇക്വേഷൻ. സിമ്പിൾ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിന്റെ ഇക്വേഷൻ ആണ്. പഠിച്ചോണം. വാല്യൂ ഓഫ് ഗുഡ്വിൽ ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ വേണേ നോക്കിക്കോ. ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് എ ഫേം സേസ് 3 years ഈസ് 25,000 ആൻഡ് ഗുഡ്വിൽ ഈസ് ടു ബി കാൽക്കുലേറ്റ് 2 years ഓഫ് പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് ഓഫ് പർച്ചേസിന്റെ 2 വർഷത്തെ പർച്ചേസ് ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ദ വാല്യൂ ഓഫ് ദ ഗുഡ്വിൽ വിൽ ബി ₹50,000. എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ ഈ 25,000 ഈ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗുഡ്വില്ലിന്റെ വാല്യൂ കിട്ടും. മനസ്സിലായോ? 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് 25,000. ഇനി 3 വർഷത്തെ പ്രോഫിറ്റ് ആണ് 25,000 തന്നേക്കുന്നതെങ്കിൽ ഈ 25,000 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതിന് വേണമായിരുന്നു 2 വർഷം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആവറേജ് പ്രോഫിറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് ആ ആവറേജ് പ്രോഫിറ്റിനെ ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് സിമ്പിൾ ആവറേജ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ആവറേജ് പ്രോഫിറ്റ് അല്ലേ തന്നിരിക്കുന്നത്, അപ്പൊ അത് ഗുഡ്വിൽ ആവണം എങ്ങനെയാ? നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് എക്സ്ട്രാ പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിന്റെ എക്സ്ട്രാ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതെ, ഇതിപ്പം പ്രോഫിറ്റ് അല്ലേ തന്നേക്കുന്നത്. അതായത് നമ്മളൊരു ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് 1 വർഷത്തെ ഗുഡ്വിൽ അല്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു പീരീഡ് ഓഫ് ടൈമിലെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ 3 വർഷത്തെ ആയിരിക്കാം, 4 വർഷത്തെയൊക്കെ ആയിരിക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഗുഡ്വിൽ ഇവിടെ തന്നിരിക്കുന്നതുകൊണ്ട് ഗുഡ്വിൽ അവിടെ തന്നിട്ടില്ല. ഗുഡ്വില്ലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അല്ല, 50,000 തന്നിട്ടുണ്ടല്ലോ. അത് അതിന്റെ ആൻസർ ആയിട്ട് തന്നേക്കുന്ന അതെ. ഒരു എക്സാമ്പിൾ ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ആവറേജ് പ്രോഫിറ്റ് എന്നേ ഉള്ളൂ. ശരി. ഇത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ 50,000 തൊട്ട് താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതായത് കുറച്ച് വർഷത്തെ 5 വർഷത്തെ പ്രോഫിറ്റ് താഴെ തന്നിട്ടുണ്ട്. 1,20,000, 1,50,000, 1,70,000, 1,90,000, 2 ലക്ഷം. ഇത്രയും പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റ് ഒരുമിച്ച് തരും. 5, 4, 3 വർഷത്തേക്ക് ഒരുമിച്ച് തരും. നമ്മളോട് കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓഫ് ദി ഫേം ഓൺ ദി ബേസിസ് ഓഫ് 3 years ഓഫ് പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ് എന്നാ പറഞ്ഞേക്കുന്നത്. 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എടുക്കുക, അതിനെ 3 വർഷത്തെ പർച്ചേസ് ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 3 വർഷം വെച്ച് ആ ആവറേജ് പ്രോഫിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ എന്താ തന്നിരിക്കുന്ന ഈ 5 വർഷത്തെ പ്രോഫിറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ 8,30,000. ഇതിനെ ഈ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനെ
നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയേ ഉള്ളൂ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അതില് മനസ്സിലാവാതിരുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 yearsന്റെ ആണല്ലോ 25,000 തന്നേക്കണം ആദ്യത്തെ എക്സാമ്പിള്. ആ അത് നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് തന്നെ, അതായത് നമുക്ക് എത്ര വർഷത്തെ ആണ് ആവറേജ് എന്നാ തന്നേക്കുന്നത്, എത്ര വർഷത്തെ പർച്ചേസ് ആണല്ല തന്നേക്കുന്നത്. ഇങ്ങനെ തന്നെ തരും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, നമ്മുടെ എത്ര വർഷത്തെ പ്രോഫിറ്റ്, ചിലപ്പോ ആവറേജ് എന്ന് തരില്ല, എത്ര വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നതെന്ന് നോക്കുക. നമുക്ക് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് എത്രയാ തന്നിരിക്കുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. അത് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ, ഇത് ഈ 4ാമത്തെ ചോദ്യം അതെങ്ങനെ ചെയ്യുന്നത്? അത് ഈ പ്രോഫിറ്റ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതായത് നമുക്ക് 5 വർഷത്തെ പ്രോഫിറ്റാ തന്നിരിക്കുന്നത്, അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. 8,30,000 കിട്ടും. അതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. അതിനെ ഈ 3 years ഓഫ് പർച്ചേസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഗുഡ് വിൽ കിട്ടും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാലേ. ഓക്കെ, താങ്ക് യു. ഓക്കെ.